നമസ്കാരം. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കണ്ണൂർ ലോബി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CPMൻ്റെ പ്രമുഖ നേതാക്കളടങ്ങിയ ഒരു സംഘം ആളുകളാണ്. ഇതിൽ തന്നെ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ഇപ്പോൾ ഗുരുതരമായ ഭൂമി ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തെളിവ് സഹിതം KSU സംസ്ഥാന പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കണ്ണൂർ നിവാസിനിയും കണ്ണൂരിലെ പൊതു പ്രവർത്തന മണ്ഡലത്തിൽ ഏറെ സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ശ്രീമതി വീണാമണിയാണ് നമ്മോടൊപ്പമുള്ളത്. മാഡം നമസ്കാരം. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CPMലെ സമുന്നതരായ പല നേതാക്കളും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു. ഈ കേസിൽ ഒരേ ഒരു പ്രതിയായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയാണ്. ഇപ്പോൾ ദിവ്യയുടെ പേരിൽ ഇപ്പോൾ നിരവധി അഴിമതി ആരോപണങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വരികയുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷമാസ് ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. കണ്ണൂരിലും പരിസര പ്രദേശത്തും ദിവ്യയ്ക്കും ദിവ്യയുടെ ഭർത്താവിൻ്റെ പേരിലും ഭർത്താവും ദിവ്യയുടെ കൂട്ടാളിയായിട്ടുള്ള കാർട്ടൺ ഇന്ത്യ ലിമിറ്റഡിൻ്റെ അതിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഒരാളും കൂടി കണ്ണൂരിൽ പലയിടത്തായിട്ട് ഒരു 4.2 ഏക്കറും പിന്നെ ഒരു 49 സെൻറ്റ് ഭൂമി വേറെ മേടിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സ്കൂളുകളിൽ സ്ഥാപിച്ച ബയോ ടോയ്ലറ്റുകളുടെ നിർമ്മാണത്തിന് വഴിവിട്ട ചില കൊട്ടേഷനുകളാണ് ഈ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അതീവ ഗുരുതരമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നടത്തി എന്നുള്ള രേഖകൾ സഹിതമാണ് ഷമാസ് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. കണ്ണൂർ നിവാസിനി എന്ന രീതിയിൽ കണ്ണൂരിലെ ചെറുതും വലുതുമായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളെന്ന രീതിയിൽ താങ്കൾ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? നമസ്തേ സാറേ, ഞാനിത് ആദ്യം തന്നെ വെളിപ്പെടുത്തിയതായിരുന്നു. ഭൂമിയുടെ ഇടപാടുകളാണ് നവീൻ ബാബു സാറിൻ്റെ മരണത്തിലേക്ക് എത്തിച്ചതെന്ന്. അപ്പം കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ റേഷ്യോ ഓഫീസിൻ്റെ പരിധിപ്പെടുന്ന ഈ കാർട്ടൻ്റെ ഭൂമി, അതായത് ഇവിടെ പടിയൂർ വില്ലേജിൻ്റെ പരിധിയിൽ പാലത്തട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. അതായത് ഈ പാലക്കയം തട്ട് എന്ന് പറയുന്നത് പടിയൂർ വില്ലേജിൻ്റെയും പടിയൂർ പഞ്ചായത്തിൻ്റെയും ആ സ്ഥലത്താണ് വരുന്നത്, പടിയൂർ കല്യാട് പഞ്ചായത്തിൻ്റെ. അപ്പോൾ ഈ സ്ഥലത്ത് ഈ പാർട്ടി സഖാക്കൾക്ക് ഒരുപാട് ഭൂമികളുണ്ട്. ഈ ദിവ്യക്കും ദിവ്യയുടെ ഭർത്താവിനും ഉള്ള ഈ 4 ഏക്കർ ഭൂമി അത് ഈ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടി, ആരിൽ നിന്ന് കിട്ടി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത് ദിവ്യയാണ്. അതായത് റേഷ്യോ ഓഫീസ് വഴി നമുക്ക് ചോദിച്ചാൽ ദിവ്യക്കുള്ള സ്ഥലങ്ങൾ എല്ലാം വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കിട്ടും. പക്ഷേ ഇതും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമല്ലാന്ന് കിട്ടിയപ്പോൾ ഞാൻ വേറെ രീതിയിലാണ് റേഷ്യോ ഓഫീസ് വഴി എടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഇത് ഞാൻ ആദ്യമേ തന്നെ വെളിപ്പെടുത്തിയതാണ്. പാർട്ടി സഖാക്കൾക്ക് ഇന്ന സ്ഥലത്ത് ഭൂമികൾ ഒരുപാടുണ്ട്. അതിൻ്റെ എല്ലാ രഹസ്യ സ്വഭാവവും നമ്മുടെ ബഹുമാനപ്പെട്ട നവീൻ ബാബു സാറിന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് സാറിനെ വകവരുത്തിയത്. അതുപോലെ കണ്ണൂർ ആശുപത്രിൻ്റെ അടുക്ക 49.5 സെൻറ്റ് സ്ഥലം. അപ്പോൾ ഈ ഭൂമി അതായത് എത്ര പൈസ എന്ന് വിചാരിച്ചാൽ ഇതിനകത്ത് 49 സെൻറ്റ് സ്ഥലത്തിന് ഇത് വാങ്ങിച്ചതിന് ഈ പൈസ കൊടുത്തിരിക്കുന്നത് 2,40,32,500 രൂപ. ഈ ദിവ്യക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ വന്നത് എന്ന് വെളിപ്പെടുത്തണം. ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട്, കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഭൂമി വാങ്ങിച്ചിരിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിന് ഈ ഭൂമി 49 സെൻറ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഷമാസ് വെളിപ്പെടുത്തിയതിന് മുമ്പ് ഞാൻ ഇത്ര സെൻറ്റ് സ്ഥലമൊന്നും പറഞ്ഞില്ല. കാരണം ഈ സെൻറ്റ് സ്ഥലം മാത്രമല്ല, തളിപ്പറമ്പിൻ്റെ ഭാഗത്ത്, അതായത് ശ്രീകണ്ഠാപുരത്തിൻ്റെ ഭാഗത്ത്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ദിവ്യയുടെ അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടി സഖാക്കളുടെയും പേരുള്ളത് നമുക്ക് വിവരാവകാശം ചോദിച്ചാൽ ലഭ്യമല്ല എന്ന് കിട്ടുമെങ്കിലും പക്ഷേ അല്ലാണ്ട് നമുക്ക് വേറെ രീതിയിൽ വഴി നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ വീണാമണി മാഡം പറയുന്നത് ഈ കണ്ണൂർ ലോബി, അതായത് CPMൻ്റെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കും ഈ കണ്ണൂരും പരിസര പ്രദേശങ്ങളിലും വഴിവിട്ട അനധികൃത ഭൂമി ഉണ്ട്. തളിപ്പറമ്പിൻ്റെ ഉണ്ട്. അവിടെ ഈ TTK ദേവസ്വത്തിൻ്റെ ഏതാണ്ട് 1000-ഓളം ഏക്കർ ഭൂമി
ഇവരുടെ പലരുടെയും പേരിലാണ് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഒരു റവന്യൂ വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ കൃത്യമായ ഫയലുകൾ അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരിന് വെളിയിലേക്ക് നവീൻ ബാബു പോവുകയാണെങ്കിൽ ഇത്തരം വിവരങ്ങൾ പുറം ലോകം അറിയും. അതുകൊണ്ട് അത് CPMന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ഈ നേതാക്കന്മാർക്കൊക്കെ പ്രതിച്ഛായ തകരുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവൃത്തികൾ നവീൻ ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് നവീൻ ബാബുവിനെ വകവരുത്തിയത് എന്നുള്ള നിയമത്തിലാണ്. ആദ്യമേ തന്നെ ഞാൻ ഈ സംഭവം ഭൂമി സംബന്ധമായ വിഷയങ്ങൾ തന്നെയാണ് അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് അനുജനോട് പറഞ്ഞതാണ്. എല്ലാവരോടും പിന്നീട് ഞാൻ വെളിപ്പെടുത്തിയതാണ്. ഭൂമിയാണ് വിഷയം, അത് സംബന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഭൂമി പെട്രോൾ പമ്പിന്റെ മാത്രമല്ല, അതാണ്. അതെ, ഇപ്പോൾ ഈ പ്രശാന്തിനെ കൊണ്ട് ഒരു പെട്രോൾ പമ്പിന്റെ NOC ആയിട്ട് ബന്ധപ്പെട്ട് നവീൻ ബാബു കൈക്കൂലി മേടിപ്പിച്ചു അല്ലെങ്കിൽ കൈക്കൂലി മേടിച്ചു എന്നുള്ളൊരു നാടകമായിരുന്നു. അതിൻ്റെ പ്രധാനമായിട്ട് പുറകിലുണ്ടായിരുന്നത് ഈ TTK ദേവസ്വം ഉൾപ്പെടെയുള്ള ഈ ഭൂമിയുടെ കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ, അനധികൃതമായ ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട്. അത് കണ്ണൂരിലുള്ള പ്രമുഖരായ പല PP ദിവ്യ ഉൾപ്പെടെയുള്ള പല പ്രമുഖന്മാരുടെയും പേരിലേക്ക് ആധാരം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഒരു രേഖയാണ് ഇപ്പോൾ മുഹമ്മദ് ഷമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കണ്ണൂരും വയനാടും കേന്ദ്രീകരിച്ച് നടന്ന ഏതാണ്ട് 5000 കോടി രൂപയുടെ ഭൂമിയുടെ ക്രമക്കേടുകളാണ് നവീൻ ബാബു കണ്ടെത്തിയിരുന്നത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കണ്ണൂരിലും കോഴിക്കോടും വയനാട്ടിലുമൊക്കെ നടന്നിരിക്കുന്ന ഭൂമിയുടെ ഇടപാടുകളിൽ ഒരേ നമ്പറുകളിലുള്ള ഭൂമിയാണ് അവിടെ ക്രയവിക്രയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കൃത്യമായി ഇതിൻ്റെ സൈറ്റിൽ നിന്നാണ് നവീൻ ബാബു കണ്ടെത്തിയത്. ഒരേ പേരിൽ 2 ഇടങ്ങളിലായി ഭൂമി തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഏതാണ്ട് 5000 കോടി രൂപയുടെ ഇടപാടാണെന്ന് പറയുമ്പോൾ എത്ര ഏക്കർ ഭൂമിയുടെ അനധികൃത ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഈ ഒരു ഗൗരവമായ വിഷയം തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിലേക്ക് ചെന്നെത്തിച്ചത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുബോധം എത്തി നിൽക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് വീണാമണി മാഡം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും താങ്കൾക്ക് കണ്ണൂരിൽ അല്ലെങ്കിൽ CPM സജീവമായിരിക്കുന്ന ഒരു പരിസര പ്രദേശത്തും ജീവിച്ചു പോകാൻ പറ്റാത്ത ഭീഷണി ഉള്ളത് എന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്കിത് കുറച്ച് നാളുകളായിട്ട് ഉണ്ടാകുന്ന പീഡനങ്ങൾ, എൻ്റെ സ്വത്തുകളൊക്കെ മാറ്റിയെടുത്തതുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, എനിക്ക് നേരെ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ രഹസ്യമായിട്ട് സാറിനോട് പറഞ്ഞ കാര്യത്തിൽ ഈ കേസിൻ്റെ അകത്ത് തന്നെ ഒരു രഹസ്യ സ്വഭാവം എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ട് കളക്ടർ മുതൽ കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ട്. അവരുടെ കേസ് ഇതിൻ്റെ അകത്ത് വലിച്ചിഴച്ച്, അവരുടെ പേര് ഇതിനകത്ത് വലിച്ചിഴച്ചിനെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കേസിൻ്റെ അകത്ത് നമുക്ക് CBI അന്വേഷണം കിട്ടും. അത് ഇവർ മനഃപൂർവ്വം മാറ്റിവെച്ചു. അപ്പോൾ ഈ കേസിൻ്റെ സ്വഭാവത്തിൽ ഈ ഒരു രഹസ്യ സ്വഭാവം ഇവർ ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചതായിരുന്നു സർ. അത് ഈ കണ്ണൂർ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കുണ്ട്, വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കളക്ടർ ഇത് മുഴുവനായിട്ടും അറിയും. ഇത് കേരളത്തിൽ ഇപ്പോഴത്തെ കളക്ടർ അരുൺ വിജയന് നന്നായിട്ട് ഇത് ഈ ദിവ്യക്കുള്ള സ്വത്തുക്കളും എല്ലാം അറിയാം. അയാൾ ഇത് ക്രിമിനലിന് കൂട്ടുനിന്നു. അതായത് PP ദിവ്യയും ഈ അരുൺ വിജയനും തമ്മിൽ വളരെ നല്ല സൗഹൃദമായിരുന്നു, അടുത്ത ബന്ധമായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വരണമെന്ന് മനസ്സിലാക്കണം. അങ്ങനെ തന്നെയാണോ? അതൊരു ദിവസം ദിവ്യ തന്നെ വെളിപ്പെടുത്തി. ഞാൻ രാത്രിയൊക്കെ വിളിച്ചിട്ട് ADM സാറ് ഫോൺ എടുക്കുന്നില്ലാന്ന്. മരണപ്പെട്ട അന്ന് അഭിമാനത്തെ ക്ഷതേൽപ്പിക്കുന്ന ദിവസം വെളിപ്പെടുത്തുന്നതല്ലേ, ഞാൻ വിളിച്ചപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല, രാത്രിയൊക്കെ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല എന്ന്. നമ്മുടെ ബഹുമാനപ്പെട്ട ADM സാറ് ഏതെങ്കിലും സമയത്ത് ഫോൺ എടുക്കാനൊന്നല്ല, അദ്ദേഹം ഔദ്യോഗികമായ കാര്യങ്ങൾ നല്ല സത്യസന്ധമായതാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഫോൺ എടുക്കും. അല്ലാതെ തെറ്റായ രീതിയിൽ എന്തെങ്കിലും വിളിച്ചു പറയാനൊന്നും സാറിൻ്റെ ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ലേഡീസിനെ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പോലെ നല്ലൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ADM സാർ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PP ദിവ്യ ഈ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് കടന്നു വന്നതും അവിടെ നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്തിയതെല്ലാം ജനങ്ങൾക്കറിയാം. അത് PP ദിവ്യ എന്ന് പറയുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ വന്ന ഒരു വീഡിയോഗ്രാഫർ ഉപയോഗിച്ച് വീഡിയോ എടുത്തിട്ട് അത് നമ്മുടെ ലോകം മുഴുവൻ കാണിച്ചു. അതിലുള്ള ഒരു മനോവിഷമം മൂലമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. കൊലപാതകം ആസൂത്രണം ചെയ്തതിന് ശേഷം അവര് വീഡിയോ വൈറലാക്കി. ഇത് ദിവ്യ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആക്കി വരുത്തി തീർക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആന്തരിക അവയവം ലാബിൽ കൊണ്ട് സൂക്ഷിച്ചിട്ടുണ്ടോ കോടതി. അതിൽ 2 വിഷയങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഒരു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോൾ തന്നെ PP ദിവ്യ അവിടെ പ്രതിസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. കാരണം ഇത് PP ദിവ്യയിലേക്ക് കൊണ്ടുവരികയും മറ്റു കൊലപാതകികളെ
ഓഫ് സ്ക്രീനിൽ നിർത്തുകയും പിന്നീട് പി പി ദിവ്യയ്ക്ക് വേണ്ടി കേസ് വാദിച്ച് തെളിവില്ലാത്ത രീതിയിൽ അത് പി പി ദിവ്യ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ളൊരു തന്ത്രം കൂടി അതിൻ്റെ പുറകിലുണ്ടായെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണോ? ബഹുമാനപ്പെട്ട ജയരാജ് എന്ന വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പാവ ലേഡിയല്ലേ ദിവ്യ, അതിൻ്റെ പുറത്ത് തന്നെ കയറുന്നുണ്ട് ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ശരിക്ക് ജയരാജ് എന്ന വ്യക്തി മനസ്സിലാക്കേണ്ടത്, നവീൻ ബാബു സാറിന് 2 പെൺകുട്ടികളാണ്, അവർക്ക് നീതി കിട്ടണ്ടേ? ഒരു പാവം ലേഡിയാണ് അവരുടെ ഭാര്യ, അവർക്ക് നീതി കിട്ടണ്ടേ? ഇവിടെ കേരള സമൂഹത്തിന് നീതി കിട്ടണ്ടേ? ഈ ദിവ്യക്ക് മാത്രം നീതി കിട്ടിയാൽ മതിയോ? അതിന് ഉത്തരം ഇവിടുത്തെ ബഹുമാനപ്പെട്ട നീതിപീഠം തന്നെ തരണം. അല്ല, ഇവിടെ ഈ പ്രതിക്കൂട്ടിലായി നിൽക്കുന്നതും ഈ നവീൻ ബാബുവിൻ്റെ മരണമായാലും കൊലപാതകമായാലും പ്രതിക്കൂട്ടിലായി നിൽക്കുന്നത് പി പി ദിവ്യ തന്നെയാണ്. കാരണം ഈ കേസിൽ ഒരേ ഒരു പ്രതി എന്ന് പറഞ്ഞ പോലീസ് കേസ് രജിച്ചിട്ടുള്ളതും പി പി ദിവ്യക്ക് എതിരെ തന്നെയാണ്. അത് ആത്മഹത്യയാക്കി മാറ്റാൻ്റെ തന്ത്രപ്പാട്. എന്തിനാണ് ഇത് ബോഡി കത്തിച്ചത്? ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ, ആന്തരികാവയവങ്ങൾ ലാബിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച റിപ്പോർട്ട് നമുക്ക് തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ലാബിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ച റിപ്പോർട്ട് ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റുമോ? കോടതിക്ക് കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെയല്ലേ ചോദിക്കുന്നത്. നിലവിലിപ്പോൾ വീണാമണി മാഡം പറയുന്നത് കേസ് ഡയറി വരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, ആന്തരികാവയവങ്ങൾ ലാബിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാണ്ട് പിന്നെ എങ്ങനെയാണ് ഇവർ ഇത് തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത്? അപ്പോൾ ഇത് വീണാമണി മാഡം പറയുന്നത് പോലെ നേരത്തെ കേരളത്തിൻ്റെ പൊതുബോധത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് മുതൽ അവിടെ പോസ്റ്റ്മോർട്ടം കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിൽ ചെയ്തത് മുതൽ ഈ ടോക്സോളജിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ആന്തരികാവയവങ്ങൾ അയച്ചിട്ടില്ല, തലയോട്ടി തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞെട്ടിക്കുന്ന മറ്റൊരു വിഷയം കൂടി ഈ CPM പുറത്തു നിന്ന് തന്നെ വരുന്നു. അതായത് ഇപ്പോൾ മുഹമ്മദ് ഷമാസിൻ്റെ വലിയ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ വരുന്നു. നേരത്തെ അത് അഭ്യൂഹങ്ങളായിരുന്നു. 5000 കോടി രൂപയുടെ ഇടപാട് നടന്നതിൻ്റെ ഫയല് നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ അഭ്യൂഹമാണെന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ മുഹമ്മദ് ഷമാസ് പി പി ദിവ്യയുടെ അനധികൃത ഭൂമി ഇടപാടുകളെക്കുറിച്ച് കൃത്യമായ രേഖകൾ സഹിതം ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു, രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയങ്ങൾ നേരത്തെ അറിയാമായിരുന്ന കണ്ണൂർ സ്വദേശിനി കൂടിയായ, അതായത് പി പി ദിവ്യയുടെ ഈ ഭൂമി വാങ്ങിച്ചു എന്ന് പറയപ്പെടുന്ന പാലത്തെട്ട് മുതലായിട്ടുള്ള പടിയൂർ പഞ്ചായത്ത് മുതലുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി അവിടെ ആ പരിസര പ്രദേശങ്ങൾ അറിയാവുന്ന, ആ പരിസരത്ത് താമസിച്ച ആൾ കൂടിയായ വീണാമണിയുടെ ഇത്തരം വെളിപ്പെടുത്തലുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കേരളത്തിൻ്റെ പൊതുബോധം അത് ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് അറിയില്ല. ഇന്നിപ്പോൾ മുഹമ്മദ് ഷമാസ് രേഖ മൂലം ഇത്തരം കാര്യങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞപ്പോൾ പൊതുസമൂഹം അത് ശ്രദ്ധിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ നിരവധി സംഭവങ്ങൾ ചേർന്ന ഒരു വലിയ സംഭവത്തിലേക്കാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ അല്ലെങ്കിൽ അഥവാ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിയേണ്ടിയിരിക്കുന്നത്. അങ്ങോട്ടേക്കാണ് അന്വേഷണം പോകേണ്ടത്. ഇത്തരം കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാകുന്നു, നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ ഒന്നല്ല, പലതാണ്. ഒരു പെട്രോൾ പമ്പ് വിവാദത്തിൻ്റെ NOCയെ തുടർന്ന് ഒരു പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകർക്കും. കണ്ണൂർ സ്വദേശിനിയായ വീണാമണിക്ക് നവീൻ ബാബുവിനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്ക് പൊതുജന താല്പര്യമുള്ള പല വിഷയങ്ങളിലും വീണാമണി ബന്ധപ്പെട്ടപ്പോഴെല്ലാം നവീൻ ബാബു എന്ന കളക്ടർ വ്യക്തിപരമായി അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പൊതുജനങ്ങളുമായി നല്ല രീതിയിൽ സഹവർത്തിത്വം പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിനെ അങ്ങനെ കാണേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഴിമതിരഹിതനായിട്ടുള്ള ഒരാൾ തന്നെയാണ് നവീൻ ബാബു. അല്ല എന്നുണ്ടെങ്കിൽ CPMൻ്റെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി CPMകാർ കണ്ണൂരിൽ വാഴുമ്പോൾ കണ്ണൂർ പോലുള്ള CPMൻ്റെ ചെങ്കോട്ടയിൽ ഒരു കാരണവശാലും CPMന് അനഭിമിതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് അവരവിടെ ഇരുത്തില്ല. ADM പോലുള്ള ഒരു പോസ്റ്റിൽ ഒരിക്കലും ഇരുത്തില്ല. അപ്പോൾ CPMന് കൂടി സ്വീകാര്യനായിട്ടുള്ള ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ CPMലെ ഇത്തരം ആളുകൾക്ക് പങ്കുണ്ട്. അതിന് പുറകിലുള്ള സംഭവങ്ങൾ ഇതുപോലുള്ള അനധികൃതമായിട്ടുള്ള ഭൂമി ഇടപാടുകളും മറ്റ് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തതിൽ CPMൻ്റെ നേതാക്കൾക്കുള്ള അനധികൃത ഇടപാടുകൾ തന്നെയാണ് എന്നുള്ളതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ മുഹമ്മദ് ഷമാസിൻ്റെ വെളിപ്പെടുത്തലിലൂടെ പത്രസമ്മേളനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വളരെ കാലം മുമ്പ് തന്നെ, അതായത് ഒക്ടോബർ 15 നവീൻ ബാബു കൊല്ലപ്പെട്ടതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണാമണി മാഡം ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരുന്നതാണ്. അന്നാരും അത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അന്ന് വീണാമണി മാഡം പറഞ്ഞത് ശരിയാണെന്ന ഒരു ധാരണയിലേക്ക് പൊതുസമൂഹം എത്തിച്ചേരുന്നു. മുഹമ്മദ് ഷമാസിൻ്റെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി അതിന് കൂടുതൽ ആക്കം കിട്ടുന്നു, രേഖകൾ പുറത്തു വരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ
കാര്യത്തിൽ പറയാം. കേരളത്തിന് പുറത്തുമുണ്ട് ഈ പാർട്ടി സഖാക്കൾക്ക് ദിവ്യക്കടക്കം സ്ഥലം, ഒത്തിരി സ്വത്തുണ്ട്. അതിൻ്റെ ഇത് നമുക്ക് തന്നെ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദിവ്യേൻ്റെ അഡ്രസ്സ് എടുക്കുക, ഓരോ റേഷൻ ഓഫീസും വഴി നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആധാരം എഴുതുന്ന അവരെ സമീപിച്ചിട്ട് നമുക്കത് മുഴുവനും എടുക്കാൻ പറ്റും. റേഷൻ ഓഫീസ് നേരിട്ട് നമുക്ക് ചിലപ്പോൾ തരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മാന്യ പ്രേക്ഷകർക്ക് ഇവർക്ക് എത്ര സ്വത്തുണ്ടെന്ന് എല്ലാം വെളിപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ആധാരം റേഷൻ ഓഫീസ് ചെയ്യുന്നവരെ നമ്മൾ സമീപിച്ചാൽ അവരിൽ നിന്ന് തികച്ചും കിട്ടും. കേരളത്തിന് പുറത്ത് ഒത്തിരി ഏക്കർ സ്വത്തുണ്ട്. ശരിയാണ്. അതിപ്പോൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കിട്ടാത്ത ചില രേഖകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കേരളത്തിൻ്റെ ഒരു പോർട്ടലുണ്ട്, അത് രജിസ്ട്രേഷൻ ഒക്കെ അടയാളപ്പെടുത്തുന്ന പോർട്ടലിൽ കയറി നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആർക്കൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഭൂമിയുണ്ടെന്നുള്ള വിശദമായ വിവരങ്ങൾ കിട്ടും. അങ്ങനെയാണ് ഈ വയനാട്ടിലും തളിപ്പറമ്പിലും കോഴിക്കോടും ഒക്കെ നടന്ന ഒരേ പേരിൽ നടന്ന ഭൂമിയുടെ 5000 കോടി ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ നവീൻ ബാബു കണ്ടെത്തിയത് എന്നുള്ളത് വളരെ സ്തുത്യർഹമായൊരു കാര്യം തന്നെയാണ്. അത് നേരത്തെ തന്നെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ വീണാമണി മാഡം പറയുന്നതും അതുതന്നെയാണ്. എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില ദുരൂഹതകൾ ചേർന്ന് നിൽക്കുന്നു. വെറുതെ നവീൻ ബാബു ഒരു കാരണമില്ലാതെ ഈ നമ്മുടെ പി ദിവ്യ എന്ന് പറയുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലേക്ക് കയറി വന്ന് ആക്ഷേപിച്ചതിൻ്റെ പേരിൽ മനോഹാനിയുണ്ടായി നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ളതിന് ആക്കം കൂട്ടുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരുന്ന ആളുകളിൽ ഇതിനേക്കാൾ ഗുരുതരമായ മറ്റു വിഷയങ്ങളും പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അപ്പോഴും ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ വീണാമണി മാഡം നമ്മോടൊപ്പം ഉണ്ടാകും. മാഡം.